എന്താ പറയാ, എല്ലാ പണിയും ഒതുക്കി അവിടെ ഒന്ന് ഇരുന്നപ്പോഴുണ്ടല്ലോ, ദേ വരണു. വേറെ ആരും അല്ലാട്ടോ, എന്റെ കെട്ടിയോൻ തന്നെ. അല്ലാണ്ടാരാ? കയ്യിലൊരു പാക്കറ്റും അത് നീട്ടി എന്നോട് പറയാ, എന്റെ ചങ്കിയെ, മാർക്കറ്റിൽ പോയപ്പോ അവിടെ നല്ലൊരു സാൽമൺ തല കിടക്കുന്നു. ഞാനൊന്നും നോക്കിയില്ല, അങ്ങ് വാങ്ങിയിടോ. തീരുമ്പോ പണി തരാൻ ഞാൻ എന്താ കുപ്പിന്ന് വന്ന പൂതാ? പോട്ടെ, എന്റെ കെട്ടിയോനല്ലേ എന്ന് കരുതി. അല്ല, നിക്ക്, ഞാനെന്തിനാ ഇതൊക്കെ നിങ്ങളോട് പറയണേ? എന്നാ പിന്നെ ഉണ്ടാക്കിയാലോ? സംസാരിച്ച് ഇൻഗ്രീഡിയൻസിന്റെ പറഞ്ഞ സമയം വിട്ടുപോയിടോ. സാരില്ല, ഉണ്ടാക്കുമ്പോൾ പറയാട്ടോ. ദേ, ഇവനാണ് തവൻ. ഞാൻ പറഞ്ഞ സാൽമൺ തലകൾ. ഒരു നോൺ സ്റ്റിക് പാൻ വെച്ച് അതിലേക്ക് 2.5 ടേബിൾ സ്പൂൺ മൂവനത്തെ കുരുമുളക് ഇട്ടൊന്ന് ചൂടാവട്ടെ. ഒന്ന് ചൂടായി വന്നാൽ അതിലേക്ക് ഇനി 4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു നുള്ളു ഉലുവയും കൂടി ചേർത്ത് ഒന്ന് വറുത്തെടുക്കാം. കാശ്മീരി മുളക് പൊടി ആയതുകൊണ്ടാണ് 4 ടീസ്പൂൺ ഉപയോഗിച്ചിട്ടുള്ളത്. നോർമൽ മുളക് പൊടിയാണെങ്കിൽ 2 ടീസ്പൂൺ മതിയാവും. ഇതേ നോക്കിക്കേ, കളറൊക്കെ നന്നായി മാറി വന്നിട്ടുണ്ട്. ഇനി ഇത് ഓഫ് ചെയ്ത് തണുക്കാനായിട്ട് മാറ്റിവെക്കാം. ഓഫ് ചെയ്താലും 1 മിനിറ്റത്തേക്ക് ഒന്ന് ഇളക്കി കൊടുക്കേണ്ടതാണ്. ചൂട് നന്നായി മാറിയിട്ടുണ്ട്. ഇനി ഇതൊരു മിക്സി ജാറിലോട്ട് മാറ്റാം. ഇതിലേക്ക് അരക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളവും 3 ചെറിയുള്ളിയും കൂടി ചേർത്ത് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. ഇനി ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് അത് ചൂടായി വന്നാൽ അതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കുക. എണ്ണ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് 6 ചെറിയുള്ളി മുറിച്ചതിട്ട് കൊടുക്കാം. ചെറിയുള്ളിയുടെ കളർ അങ്ങനെ കാര്യമായിട്ട് മാറുമൊന്നും വേണ്ട കേട്ടോ. അതിലേക്ക് 1 പീസ് ഇഞ്ചിയും 3 വെളുത്തുള്ളിയും മുറിച്ചതും ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം മാറുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഈ സമയത്ത് അല്പം കറിവേപ്പില കൂടി ചേർക്കാം. ഒരു 2 പച്ചമുളക് നടുവേ കീറി ഇതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. നന്നായി മിക്സ് ചെയ്ത് എടുക്കാം. ഇതിലേക്ക് ഇനി ഒരു മീഡിയം സൈസ് തക്കാളി ഇട്ട് നല്ലതുപോലെ വഴറ്റിയെടുക്കാം. തക്കാളി നന്നായി ഉടഞ്ഞൊന്നും വരേണ്ട ആവശ്യമില്ല. ഒന്ന് വഴണ്ടു വന്നാൽ നമ്മൾ അരച്ചു വെച്ച അരപ്പ് ഇതിലോട്ടിട്ട് ഒന്നെല്ലാം കൂടി മിക്സ് ചെയ്ത് എടുക്കാം. ഇനി ഗ്രേവിക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് നന്നായി യോജിപ്പിച്ചെടുക്കാം. ഒന്ന് ചൂടായി വന്നാൽ ഇതിലേക്ക് 3 കുടംപുളി ചൂടുവെള്ളത്തിൽ പുതിർത്ത് വെച്ചത് ചേർത്ത് കൊടുക്കാം. കുറച്ചു നേരം അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. നമ്മൾ കണ്ണൂരുകാർക്ക് ഈ കുടംപുളി അധികം ഉപയോഗിച്ച് ശീലമുണ്ടോ എന്ന് എനിക്കറിയില്ല. കുടംപുളിക്ക് പകരം നോർമൽ പുളി ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. ഇനി എൻ്റെ ഭാഷ കേട്ടിട്ട് നിങ്ങൾ ചെയ്യുന്നുണ്ടാവും, ഇവള് കണ്ണൂർ ഭാഷയൊന്നും അല്ലല്ലോ പറയുന്നേ. അതെവിടെ നിൽക്കട്ടെ, നമുക്കിനി സാൽമൺ തലകൾ ഓരോന്നായി ഇതിലോട്ടങ്ങ് ഇട്ട് കൊടുക്കാം. തല കിട്ടിയാൽ തിന്നാത്ത മലയാളികളുണ്ടോ? ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും കമൻറ്റിൽ ഇടണം കേട്ടോ. അതെ, ഒന്ന് സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ആക്കിയേക്കണേ. നിങ്ങളുടെ സപ്പോർട്ടാണ് മെയിൻ. ഒമേഗ 3 ഫാറ്റി ആസിഡിന്റെ ഒരു കലവറ തന്നെയാണ് സാൽമൺ എന്ന് കേട്ടിട്ടുണ്ട്. കുഞ്ഞുങ്ങൾക്കായാലും മുതിർന്നവർക്കായാലും കഴിക്കുന്നത് വളരെ നല്ലതാട്ടോ. ഒരു നിമിഷം ഞാനൊന്ന് ആലോചിച്ചു, ഈ തലയൊക്കെ ഞാൻ ചട്ടിയിൽ എങ്ങനെ കൊള്ളിക്കുമെന്ന്. കൊണ്ടിട്ടുണ്ട്. അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. തല നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഗ്രേവിയും ആവശ്യത്തിന് കുറുകിയിട്ടുണ്ട്. ഈ സമയത്ത് അല്പം കറിവേപ്പിലയും പച്ച വെളിച്ചെണ്ണ 1 ടേബിൾ സ്പൂൺ കൂടി ഒഴിച്ച് അടുപ്പ് ഓഫാക്കി അടച്ചു വെക്കാം.
അപ്പൊ തന്നെ എടുത്തങ്ങ് കൂട്ടരുത് കേട്ടോ, അതിന്റെ സ്വാദ് അറിയാൻ പറ്റില്ല. തലേന്ന് വെച്ച് വെക്കുവാണെങ്കിൽ ഓ പൊളിക്കും. ഇങ്ങോട്ടൊന്ന് നോക്കിക്കേ. എൻ്റെ അമ്മോ, വായില് വെള്ളം വരുന്നു. നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം കമന്റ് ബോക്സിൽ ഇടണേ. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ വണക്കം.